ഹായ്, എൻ്റെ പേര് സരിൻ. നിങ്ങളെ മുമ്പിൽ കാണുന്ന ഈ യെല്ലോ കളർ ലംബോർഗിനി ഇത് ഞാൻ സ്വന്തമായിട്ട് കൈകൊണ്ട് നിർമ്മിച്ചതാണ്. ഏകദേശം 1 വർഷം എടുത്ത് നിർമ്മിച്ച കാറാണിത്. നമ്മൾ ചെറുത് മുതലേ നമ്മൾ ഈ മിനിയേച്ചറൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അതിൽ തുടങ്ങിയതാണ്. എന്നിട്ട് അതിന് ശേഷം ചെറുതിൻ്റെ അകത്തുനിന്ന് വലുതിലേക്ക് വന്ന് ഇങ്ങനെ ഒരു സാധനം അവസാനം ബിൽഡ് ചെയ്തെടുത്തതാണ്. ഇതിപ്പം കഴിഞ്ഞ വർഷം ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്ത് 2026 ജനുവരിയിൽ കംപ്ലീറ്റ് ആക്കിയതാണ് ഈ വാഹനം എന്ന് പറയുന്നത്. ഞാനിതിൻ്റെ റിവീലിങ് ഫെബ്രുവരി 1 മുഴപ്പിലങ്ങാട് ബീച്ചിൽ വെച്ചിട്ട് നടത്തിയിരുന്നു ഇതിൻ്റെ റിവീലിങ്. കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഓട്ടോമൊബൈൽ പഠിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വേറെ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ എന്നെല്ലാം ആൾക്കാർക്ക് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും ഇതിന് മുന്നേ ഞാനൊന്നും പഠിച്ചിട്ടുമില്ല, ചെയ്തിട്ടില്ല. ഇതൊക്കെ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് ചെയ്തെടുത്തതാണ് ഈ ഒരു വാഹനം എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തേക്കുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് നാനോൻ്റെ എഞ്ചിനാണ് ഇതിൻ്റെ അകത്തേക്ക് യൂസ് ചെയ്തേക്കുന്നത്. ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് റിയർ വീലാണ് നാനോ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നാനോൻ്റെ എഞ്ചിൻ വെച്ചിട്ട് ചെയ്യാനുള്ളൊരു കാരണമാണ്. ഇതിൻ്റെ അകത്ത് ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഫ്രണ്ട് പോർഷൻ എന്ന് പറയുന്നത് ഫുള്ള് ഫൈബറാണ്. ഫൈബർ എന്ന് പറയുന്നത് കമ്പിയിൽ സ്കെൽട്ട് ചെയ്തെടുത്ത് എന്നിട്ട് അതിൻ്റെ മേലെ ഫോം ഷീറ്റ് വെച്ച് ഒട്ടിച്ച് അതിൻ്റെ മേലെ ഫൈബറിങ് ചെയ്തെടുത്തതാണ് നിങ്ങൾ ഈ ഫ്രണ്ട് പോർഷൻ കാണുന്ന ഭാഗം എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഇത് മെയിൻ ഗ്ലാസ് എന്ന് പറയുന്നത് അക്ലിക് ഷീറ്റാണ്. അതേപോലെ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് നാനോൻ്റെ തന്നെ ടോപ്പ് കട്ട് ചെയ്ത് കയറ്റിയതാണ്. പിന്നെ ബാക്കിയൊക്കെ ഈ കാണുന്നതൊക്കെ 18 ഗേജിൻ്റെ സിങ്ക് ഷീറ്റിൽ വെച്ചിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഫൈബറിങ് ഞാൻ പഠിച്ചിട്ടില്ല, ആയിട്ടില്ല, ഒന്നുമില്ല. ഞാൻ ആദ്യമായിട്ട് ഇതിൻ്റെ മേലെയാണ് ഫൈബറിങ് ടെസ്റ്റ് ചെയ്യുന്നത്. ഫുൾ പോർഷൻ ഞാൻ ഫൈബറിങ് ചെയ്ത്. അപ്പോൾ ഇത് എന്തിട്ട് ഹാർഡാകുന്നില്ല. ഫൈബറിങ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10-20 മിനിറ്റ് കൊണ്ട് ഈ സാധനം ഹാർഡാവും. ഇത് 1 മണിക്കൂർ കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞ് 24 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് ഹാർഡാകുന്നില്ല. അങ്ങനെ ഒരുപാട് വേസ്റ്റായി പോയിട്ടുണ്ട്. റെസിന്, കോബാൾട്ട്, ഹാർഡ്നർ അങ്ങനെ 3 സാധനങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇത്ര റെസിൻ്റെ അകത്ത് ഇത്ര കോബാൾട്ട് ഇത്ര ഹാർഡ്നർ എന്നുള്ള റേഷ്യോ കണക്കുണ്ട്. എനിക്കിതൊന്നും അറിയത്തില്ല. ഞാനിത് ചെയ്തിട്ടുള്ള പരീക്ഷണത്തിലാണ് ഇത് ഓരോന്ന് കണ്ടുപിടിക്കുന്നത്. ഫ്രണ്ടിൽ ഇത്രയും പോർഷൻ വരുന്നത് ഫൈബറാണ്. ഇത്രയും പോർഷൻ ഫൈബറിൽ ചെയ്തെടുത്ത് അതുപോലെ ഹെഡ്ലൈറ്റിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തേക്കുന്ന പ്രൊജക്ടർ എന്ന് പറയുന്നത് ബലേനോൻ്റെത്. അതേപോലെ ഈ വൈ ഷേപ്പ് കാണുന്ന DRL അക്രിലിക് ഷീറ്റിൽ തന്നെ കട്ട് ചെയ്തിട്ട് ഷേപ്പ് ചെയ്തെടുത്തതാണ്. മിററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മിറർ എനിക്ക് ഒരാൾ തന്നതാണ്. ആരാമൽ എന്ന് പറയുന്നൊരു പുള്ളിക്കാരൻ തന്നതാണ് ഈ മിറർ. ഈ മിറർ 3D പ്രിൻറ്റ് ചെയ്തെടുത്തതാണ്. ഗ്രില്ല് ചെയ്ത് ഫോം ഷീറ്റിൽ തന്നെ ഫ്രെയിം എടുത്ത് എന്നിട്ട് അതിൻ്റെ മേലെ നെറ്റ് വെച്ച് ചെയ്തതാണ്. അതേപോലെ ഇതിൻ്റെ അകത്ത് പെട്രോൾ അടിക്കുന്ന പോർഷൻ എന്ന് പറയുന്നത് ഇവിടെ തന്നെയാണ് പെട്രോളിൻ്റെ പോർഷൻ വരുന്നത്. നമ്മളിപ്പോൾ ബാക്ക് ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇപ്പം മെയിനായിട്ട് ഹൈലൈറ്റ് നിൽക്കുന്നത് ഈ സ്പോയിലറാണ്. സ്പോയിലർ വാഹനത്തിനേക്കാളും കുറച്ചുകൂടി ഹൈറ്റും വീതിയുള്ള സാധനമാണ് സ്പോയിലറാണ്. ഇതും ഹാൻഡ് മെയ്ഡാണ്. ഇതിൻ്റെ അകത്ത് ഇപ്പം ഇത് വുഡിലും ഇത് അക്രിലിക് ഷീറ്റിലുമാണ് ചെയ്തെടുക്കുന്നത്. അതുപോലെ ഇതിൻ്റെ സ്റ്റാൻഡ് GL തന്നെ വെൽഡ് ചെയ്തെടുത്തതാണ്. പിന്നെന്ന് പറയാൻ ഇതിൻ്റെ അകത്ത് എൻജിൻ അറിയുന്ന പോലെ തന്നെ ബാക്ക് പോർഷനിലാണ് എൻജിൻ വരുന്നത്. ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ബട്ടർഫ്ലൈ ഡോറാണ് ചെയ്തേക്കുന്നത്. നമ്മളിപ്പോൾ യൂസ് ചെയ്തേക്കുന്ന ഈ ഡാഷ് ബോർഡ് എന്ന് പറയുന്നത് ഹോണ്ട സിറ്റിൻ്റെ ഡാഷ് ബോർഡാണ് യൂസ് ചെയ്തേക്കുന്നത്. സീറ്റ് ചെയ്തേക്കുന്നത് മെറ്റലിൽ ഈ ഒരു ഷേപ്പ് ചെയ്തെടുത്ത് അതിൻ്റെ അകത്ത് കുഷനും സീറ്റ് കാറും ഞാൻ പുറത്തുനിന്ന് ചെയ്തെടുത്തതാണ്. ഇതിപ്പം മോഡൽ എന്ന് പറയുന്നത് ലംബോർഗിനിൻ്റെ അവെൻഡോർ എന്ന് പറയുന്ന ഒരു മോഡലാണ് ചെയ്തെടുക്കുന്നത്. ഇൻറ്റീരിയർ ഞാൻ എന്താ പറയുക ഇതുമായിട്ട് മാച്ച് ആണെന്ന് വിചാരിച്ചിട്ടില്ല. ജസ്റ്റ് ഒരു ഡ്രൈവിങ്ങിനുള്ള ആ ഒരു ഇത് മാത്രമേ ഞാൻ ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് വിചാരിച്ചിട്ടുള്ളൂ. വെൽഡിങ് ആർക്ക് വെൽഡ് ചെയ്യായിരുന്നു, ഗ്യാസ് വെൽഡ് ചെയ്യാൻ അറിയത്തില്ലായിരുന്നു. ഇത് ചെയ്ത് ഒരു 3/4 ഭാഗത്തോളം ആയപ്പോഴാണ് ഗ്യാസ് വെൽഡിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അങ്ങനെ അതും ചെയ്ത് പഠിച്ച് അങ്ങനെ ചെയ്തെടുത്ത്. പെയിൻറ്റും ഇവിടെ നിന്ന് തന്നെ വീട്ടിൽ നിന്ന് തന്നെ ഇരുന്ന് കംപ്രസർ മുന്നേ ഉണ്ടായിരുന്നു. പെയിൻറ്റിങ് പിന്നെ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാവരും ചോദിക്കുന്നുണ്ട് പവർ എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും മാറ്റം വരുത്തിനോ എന്നെല്ലാം ആൾക്കാർ ചോദിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അകത്തൊന്നും മാറ്റില്ല. നിങ്ങൾ കാണുന്ന രൂപം മാത്രമേ ആ വാഹനത്തിനുള്ളൂ. ബാക്കി പെർഫോമൻസ് ഫുള്ള് നാനോൻ്റെ പെർഫോമൻസ് മാത്രമേ ഉള്ളൂ. ഞാൻ ആദ്യം ഇതിൻ്റെ അകത്ത് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ നാനോ വാങ്ങിച്ചു. നാനോ സ്ക്രാപ്പ് കണ്ടീഷനിൽ വാങ്ങിച്ച് എന്നിട്ട് നാനോനെ
കട്ട് ചെയ്തെടുത്ത്, അതായത് അതിൻ്റെ ചേസിൻ്റെ പകുതി പോർഷനും എഞ്ചിനും വെച്ചും കൊണ്ട് ബാക്കിയൊക്കെ ഹാൻഡ് മെയ്ഡ് ചെയ്തെടുത്തു. ആ നാനോൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ ഒരു സാധനത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് വെച്ചാൽ ചെറിയ പണിയൊന്നുമല്ല, വലിയ പണി. കാരണം ഇതിൻ്റെ വീതിയും നീളവും നല്ല വ്യത്യാസമാണ്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ലോവർ റാമും അപ്പർ റാമും എഞ്ചിൻ്റെ അകത്തുനിന്ന് വീലിൻ്റെ അകത്തേക്ക് കൊടുക്കുന്ന കണക്ഷൻ, അതായത് ആക്സിലിൻ്റെത്, ഈ വീലിൻ്റെ അകത്തേക്ക് വരുന്ന ഗിയറിൻ്റെതും എഞ്ചിൻ്റെ അകത്തേക്ക് കൊടുക്കുന്ന ഗിയറിൻ്റെതും ഓരോന്നും വ്യത്യാസം. വീല് സ്വിഫ്റ്റ്, ബലേനോ അതിൻ്റെ അകത്തൊക്കെ യൂസ് ചെയ്യുന്ന വീലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീലിടുന്ന നെക്കുകൾ എന്ന് പറയുന്നത് ആൾട്ടോൻ്റെതാണ്. അങ്ങനെ ഓരോന്നും ഓരോ വണ്ടീൻ്റെതാണ് ഉള്ളത്. അപ്പോൾ ഇത് എങ്ങനെയെല്ലാം മാച്ച് ചെയ്ത് എടുക്കാൻ പറ്റുമോ അങ്ങനെയെല്ലാം ഓരോരോ പരീക്ഷണങ്ങളിലൂടെയാണ് ഇങ്ങനെ ഒരു സാധനം മേക്ക് ചെയ്തെടുത്തത്. ഞാൻ ഓരോ സാധനം വാങ്ങിക്കാൻ പോകുമ്പം അവരുടെ അടുത്ത് പേര് പറയാൻ അറിയില്ല. അപ്പോൾ ഞാനിത് ഗൂഗിളിൽ നിന്നും യൂട്യൂബിൽ നിന്നെല്ലാം നോക്കിയിട്ട് ഏട്ടാ എനിക്ക് ഇന്ന സാധനം വേണ്ടതെന്ന് അവരുടെ അടുത്ത് കൺവിൻസ് ചെയ്തിട്ടാണ് ഞാൻ ഓരോ സാധനം എടുക്കുന്നതും വാങ്ങിക്കുന്നതും. ഇലക്ട്രിക്കലി ഓൾറെഡി നാനോൻ്റെ ഇലക്ട്രിക്കലും കാര്യങ്ങളും വയറിങ്ങും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ട്. അതിൻ്റെ അകത്ത് നിന്ന് കുറച്ചുകൂടി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട്, അതായത് വയറിങ് എത്താത്തത് കുറച്ചൊന്ന് ലെങ്ത്ത് കൂട്ടിയിട്ട് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എന്ത് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലും എനിക്ക് സ്പോട്ടിൽ പറയാൻ പറ്റും ഇന്നത് അത് കംപ്ലയിൻറ്റാണ്, ഇന്നത് ഇത് കംപ്ലയിൻറ്റാണ്. സ്റ്റാർട്ട് ചെയ്താൽ തന്നെ മനസ്സിലാവും എന്തുകൊണ്ടാണത് അങ്ങനെ, എന്തുകൊണ്ടാണ്. കാരണം അത്രയും ഞാൻ അതിൻ്റെ അകത്ത് ടെസ്റ്റിങ് നടന്നിട്ടുണ്ട്, അത് പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട് ഇതിനകത്ത്. വീട്ടിൽ നിന്ന് പിന്നെ ചെറുത് മുതലേ എല്ലാം ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്, എപ്പോൾ തട്ടലും മുട്ടലും തന്നെയാണ് വീട്ടിൽ നിന്ന്. അപ്പോൾ വീട്ടുകാരെ ഒന്നും പറയുന്നില്ല. പക്ഷേ ഇങ്ങനെ രാത്രി ഞാൻ ഓവർ ടൈം, അതായത് ഞാൻ സ്റ്റുഡിയോ നടത്തുന്നതാണ്, ടാറ്റു സ്റ്റുഡിയോയിലെ വർക്കും കഴിഞ്ഞ് ലേറ്റായിട്ട് വീട്ടിൽ വന്ന് അതിന് ശേഷമാണ് ഇതിൻ്റെ അകത്ത് വർക്ക് എടുക്കുന്നത്. അപ്പോൾ രാത്രി ചെയ്യുമ്പോൾ തട്ടലും മുട്ടലുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രം. ആൾക്കാർ നല്ല സപ്പോർട്ടും കാര്യങ്ങളാണ്. കുറേ ആൾക്കാർ വരുന്നുണ്ട് കാണാൻ, ദൂരെ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന്, അതായത് ഈ നാട്ടിലുള്ളവർ പോലും, ഞാനിത് വീഡിയോ ഇറങ്ങിയതിന് ശേഷമാണ് ഈ നാട്ടിലുള്ളവർ പോലും ഇങ്ങനെ ഈ ഒരു സാധനം ഇവിടെ ഉണ്ടാക്കുന്നുള്ളത് അറിഞ്ഞത്. അപ്പോൾ അറിഞ്ഞപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ടും കാര്യങ്ങളും, എല്ലാവരും ഇങ്ങനെ കാണാൻ വരുന്നുണ്ട്. അങ്ങനെ ന്യൂസുകാരും മീഡിയക്കാരൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട് ഇത്.